Hello guys, welcome to market analysis video. സോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയും അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഫസ്റ്റ് നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ വർക്കായി എന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. സോ നിങ്ങൾ വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ചെയ്ത വീഡിയോ തീർച്ചയായിട്ടും കാണുക. സോ അത് വെള്ളിയാഴ്ച എങ്ങനെ ട്രേഡിംഗ് പ്ലാൻ എടുക്കണം എന്നതിനെ കുറിച്ചാണ്. അതിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ട്രേഡിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് സൈഡാണ് ഫസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് റെസിസ്റ്റൻസ് എടുത്തിട്ട് നമുക്കൊരു വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സെല്ലിംഗ് സൈഡ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എക്സാക്ട്ലി മാർക്കറ്റിൽ വർക്കായിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു ഫസ്റ്റ് നമ്മൾ ഈ ഒരു സിങ്ങിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എങ്ങനെയാണ് ഈ സിങ് പോകുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുക്കും. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും അപ്പ് സൈഡ് പോകില്ല എന്ന് നമുക്കറിയാം. സോ ഒരു റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞിട്ട് ആ റെസിസ്റ്റൻസ് മാർക്കറ്റിൽ അവിടെ നിന്നൊരു സെല്ലിംഗ് മൂവ്മെൻറ്റ് നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു സെൽ സൈഡ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ബയ്യേഴ്സ് ആ ഒരു സിങ്ങിലേക്ക് കടന്നു വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ബയ്യേഴ്സ് ഇൻ കേസ് ബയ്യേഴ്സ് വന്നിട്ട് ബയേഴ്സ് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ അവിടെ ഒരു സ്ട്രെങ്ത് കാണാൻ പറ്റും. അതല്ല ബയേഴ്സിന് വന്നിട്ട് ഈ ഒരു ഫസ്റ്റ് എടുത്ത ഒരു ഡേ ഹൈ വീണ്ടും ബയേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സെല്ലിംഗ് സൈഡ് ഒരു ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ട്രേഡ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. സോ ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മൾ ട്രേഡ് പ്ലാന് മാർക്കറ്റിൽ വർക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് വെള്ളിയാഴ്ച എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓൾ ടൈം ഹൈ എന്ന് മാർക്കറ്റ് ഒരു സെൽ ഓഫ് ആണ് നമ്മൾ കഴിഞ്ഞ 1 വീക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ എന്താണ് ഫ്രൈഡേ ഉള്ള പ്രത്യേകത? ഫ്രൈഡേ നമ്മൾ വ്യാഴാഴ്ച നോക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പ് സെല്ലിംഗ് ആണ് വ്യാഴാഴ്ച നമുക്ക് കിട്ടിയത്, അതായത് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയത് അത് നമ്മൾ കഴിഞ്ഞ ഒരു ബുധനാഴ്ച ക്രിയേറ്റ് ആയിട്ടുള്ള ഏകദേശം അതേ ക്യാൻഡിൽ ടൈപ്പ് തന്നെയാണ് നമുക്ക് ഈ വെള്ളിയാഴ്ചയും ക്രിയേറ്റ് ആയിട്ട്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡിലും തമ്മിൽ വലിയ വ്യത്യാസമില്ല, രണ്ടും ഏകദേശം ഒരേപോലെയാണ്. അതായത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നെയാണ് രണ്ടും. കാരണം മാർക്കറ്റ് സാധാരണ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സെല്ലിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഷാർപ്പ് ഒരു ബൈയിങ്, അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു സെല്ലിങ് സിങ് കഴിഞ്ഞിട്ട് ഒരു ഷാർപ്പ് ബൈയിങ് കിട്ടുകയാണെങ്കിൽ നമുക്കവിടെ റിവേഴ്സൽ ഒരു എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ മാർക്കറ്റിൽ ഇത്രയും ഒരു സെല്ലിങ് കഴിഞ്ഞിട്ടും ബയേഴ്സ് സ്റ്റിൽ വീക്കാണ് എന്നാണ് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സെല്ലിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റിവേഴ്സൽ നിങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ക്രിയേറ്റ് ആയത്. സോ ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് ഈ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. കാരണം ഈ ക്യാൻഡിൽ നമുക്കിത് റിവേഴ്സ് ആണോ അല്ല നമുക്ക് ബുധനാഴ്ച പോലെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും സെല്ലിംഗ് സൈഡ് പോവുകയാണെന്നും നമ്മൾക്ക് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രേഡ് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും കൺഫർമേഷൻ ഇല്ലാണ്ട് നെക്സ്റ്റ് ഒരു 2 ദിവസമെങ്കിലും ട്രേഡ് ചെയ്യാതിരിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുമോ, മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇവിടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ
22,000 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. പക്ഷേ ഇൻ കേസ് 22,000 ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇനി ഞാനിവിടെ താഴെ വരച്ച ലൈന് ഒന്നും കൂടി ഞാൻ വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ഇവിടെയാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത്. സോ ഇതിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു സെല്ലിംഗ് സൈഡ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അതുകൂടാതെ പോസിറ്റീവായിട്ടുള്ള ഒരേ ഒരു കാര്യം, ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവാണ്. അതായത് US മാർക്കറ്റ്, യൂറോപ്പ് മാർക്കറ്റ് എല്ലാം പറയും. ഓൺലി ഇന്ത്യൻ മാർക്കറ്റാണ് ഇപ്പം മാർക്കറ്റിൽ നെഗറ്റീവായിട്ട് കാണുന്നുള്ളത്. അതിൻ്റെ റീസണൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞു. ഇലക്ഷനാണ്, പിന്നെ FIA സെല്ലിങ് പല പ്രാവശ്യം അത് പറഞ്ഞത്, അതുകൊണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമുക്കിനി നെക്സ്റ്റ് ട്രേഡിൽ ഞാൻ പറഞ്ഞതുപോലെ വെയിറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഒരിക്കലും കൺഫർമേഷൻ ഇല്ലാണ്ട് മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നുള്ള ഒരു കൺഫർമേഷൻ ഇല്ലാണ്ട് ട്രേഡ് ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലത് അതാണ്. നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് സെല്ലിംഗ് സൈഡ് തന്നെ അയക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് ഒരു ബൈയിങ് റിവേഴ്സിൽ നമുക്ക് ഇതുവരെ തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് സെല്ലിംഗ് സൈഡ് തന്നെ നോക്കാം. സെല്ലിംഗ് സൈഡ് നോക്കുമ്പോൾ ഒരു ഷാർപ്പ് സെല്ലിങ് വരികയാണ്, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് അപ്പിലല്ല ഗ്യാപ്പ് ഡൗണിലാണ് പറ്റുന്നുണ്ട്. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു വ്യാഴാഴ്ചത്തെ ലോ, അതായത് ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഇത് ഇവിടെ ഓപ്പൺ ചെയ്ത് പിന്നെ മാർക്കറ്റ് ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് നോക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ട്രേഡിങ്. അടുത്ത ട്രേഡിങ്ങിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അത് തന്നെ ആയിരിക്കും. അതാണ് പോസിബിൾ ആയിട്ടുള്ളത്. ബൈയിങ് സൈഡ് നിങ്ങൾ ഏറ്റവും നല്ലത് കൺഫർമേഷന് ശേഷം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതല്ല മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഒരു ചെറിയ ബൈയിങ് ഒക്കെ തന്നിട്ട് ഇതേപോലെ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ പോലെ തന്നെ വീണ്ടും ഒരു സെല്ലിംഗ് സൈഡ് ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ട്രേഡ് അത് നോക്കാം. രണ്ട് ട്രേഡും ഞാൻ സെല്ലിംഗ് സൈഡ് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. മൂന്നാമത്തേത് ബൈയിങ് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിക്കവറി, അതായത് നമ്മൾ ഡെയിലി ക്യാൻഡിൽ പോലെ ഒരു ഷാർപ്പ് റിക്കവറി കഴിഞ്ഞ കുറേ സെല്ലിങ് അതിൻ്റെ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു ഷാർപ്പ് റിക്കവറി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നല്ലൊരു റിക്കവറി കിട്ടുകയാണെങ്കിൽ മാത്രം ബൈയിങ് സൈഡ് നോക്കുക. ഇത് മൂന്നാണ് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ നമ്മൾ നോക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ. നമ്മൾ മെയിൻലി ഒരു സപ്പോർട്ടിലോ ഒരു റെസിസ്റ്റൻസിലോ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ അറിഞ്ഞിട്ടതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഏത് ഡയറക്ഷനാണ് ഇനി മാർക്കറ്റ് പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രേഡ് എടുക്കുമ്പോഴായിരിക്കും ഏറ്റവും ബെസ്റ്റ് ട്രേഡ്. സോ ഇത് മാത്രമാണ് ഇന്നത്തെ PTയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.